ഈ കാഡിലാക് ലിമോസിൻ ഒരു 1997 മോഡലാണ്. ഇത് നമ്മുടെ സ്വന്തം കേരളത്തിലെ ഒരു കാറായിരുന്നു. ഇതിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ മിസ്റ്റർ മേനോൻ US സോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ക്ലയൻസും ഡെലിഗേറ്റ്സും ഒക്കെ US നിന്നും മറ്റ് ഫോറിൻ കൺട്രീസിൽ നിന്നും വരുമ്പം അവരെ റിസീവ് ചെയ്യാനുള്ള ഒരു വെഹിക്കിളായിട്ട് US നിന്ന് അക്കാലത്ത് ഇമ്പോർട്ട് ചെയ്ത ഒരു വാഹനമായി. നമസ്കാരം, WheelOcityയിലേക്ക് സ്വാഗതം. ഇത് കാഡിലാക്കിൻ്റെ ഡെവിൽ എന്ന് പറയുന്ന കാറിൻ്റെ ഒരു സ്ട്രെച്ച് ലിമോസിനാണ്. സിമിലർലി മറ്റ് അമേരിക്കൻ മാനുഫാക്ചറേഴ്സായ ഫോർഡ്, മെർക്കറി, ലിങ്കൺ മുതലായ കാസിനും ഇതുപോലെ സിമിലർ സ്പെസിഫിക്കേഷനുള്ള എൻജിൻസും ഉണ്ട്. അതിൻ്റെ സ്ട്രെച്ച് ലിമോസിൻസും ആ കാലഘട്ടത്തിൽ വളരെ പോപ്പുലറായിരുന്നു അവരുടെ രാജ്യങ്ങളിൽ. ഫോർഡിൻ്റെ ക്രൗൺ വിക്ടോറിയ, മെർക്കറി ഗ്രാൻഡ് മാർക്കി, ലിങ്കൺ ടൗൺ കാർ, ഇതിൻ്റെ എല്ലാം സ്ട്രെച്ച് ലിമോസിൻസും ഉണ്ട്. നോർമൽ ഒരു സ്പെസിഫിക്കേഷനിലുള്ള സൂപ്പർ ലക്ഷറി സെഡാൻസും ഉണ്ടായിരുന്നു. ഇതിന് വന്നിരുന്നത് 4.6 ലിറ്റർ V8 എൻജിൻസാണ്. മറ്റൊരു പ്രത്യേകത കോളം ഷിഫ്റ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഒറിജിനലി ഈ കാസ് അതിൻ്റെ ആ സ്പെസിഫിക് ഡയമെൻഷനിൽ റെയർ വീൽ ഡ്രൈവ്സ് ആയിരുന്നു. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സും മറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഈ കാറിന് ഒരു സൂപ്പർ ലക്ഷറി ഫീൽ കൊടുക്കാനായിട്ട് കാഡിലാക്കിൻ്റെ ഈ സ്ട്രെച്ച് ലിമോസിനിൽ മിസ്റ്റർ മേനോൻ ഒരുപാട് ശ്രദ്ധ ചെലുത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സഞ്ചരിക്കുന്ന ബാർ തന്നെയായിരുന്നു. തിരുവനന്തപുരത്ത് ടെക്നോപാർക്കിലൂടെയും തിരുവനന്തപുരത്തെ നിരത്തുകളിലൂടെയും ഈ വാഹനം അന്ന് സഞ്ചരിക്കുമ്പോൾ നാട്ടുകാർക്കെല്ലാം ഭയങ്കര കൗതുകമായിരുന്നു. ഇത് ഓടിച്ചിരുന്ന ഒരു മെലിഞ്ഞ ഒരു ഡ്രൈവറായിരുന്നു. ആ ആളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഓടിച്ചിരുന്നത് ഒപ്പൽ ആസ്ട്രയാണ്. പക്ഷേ എന്നാൽ ആ ഡ്രൈവർ ഭയങ്കര പൊസസീവായിരുന്നു. മറ്റുള്ളവരെ കൊണ്ട് ഈ കാറിലൊന്ന് തൊടാനോ ഒന്നും സമ്മതിക്കുക പോലും ഉണ്ടായിരുന്നില്ല. നമ്മൾ പറക്കും തളികയ്ക്കകത്ത് കേട്ട ഒരു പോപ്പുലർ ഡയലോഗ് ഉണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ എന്ന് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് കവടിയാറ് ഒരു പ്രാവശ്യം ഈ കാർ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി. ഇതിന് ബാറിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് അറിഞ്ഞ നാട്ടുകാരോ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാർ ഒരിക്കൽ സീസ് ചെയ്യാൻ ഒരുങ്ങുകയും പിന്നെ അതിൽ നിന്ന് റിലീസാകുകയും ചെയ്ത് അതായിട്ടൊരു കൗതുകമായൊരു കഥയുണ്ട്. ഇത് ശരിക്കും ഷിപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കൊച്ചിയിലാണ്. കൊച്ചിയിൽ നിന്ന് ഡ്രൈവ് ചെയ്താണ് തിരുവനന്തപുരത്തേക്ക് പോയത്. ഒരു പ്രാവശ്യത്തെ യാത്രക്കിടയിൽ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടെ ഈ വാഹനം ഒരു ട്രക്കുമായി ആക്സിഡൻ്റ് ഉണ്ടാകുകയും ദീർഘനാൾ ഒരു സ്ക്രാപ്പ് കണ്ടീഷനോട് അടുത്ത ഒരു കണ്ടീഷനിൽ വർക്ക്ഷോപ്പിൽ ഉണ്ടാകുകയും ചെയ്തു. അവിടെ നിന്നാണ് ഈ വാഹനം റീസ്റ്റോർ ചെയ്ത് ഇപ്പം GeDee കാർ മ്യൂസിയത്തിൽ നമുക്കെല്ലാം കാണാവുന്ന ഒരു പരുവത്തിൽ ആക്കിയത്. മിസ്റ്റർ മേനോൻ്റെ വിയോഗത്തിന് ശേഷം ഈ കാർ അബാൻഡൻഡ് ആയി പോവുകയും അത് ആരും ശ്രദ്ധ ചെലുത്താത്ത ഒരവസ്ഥയിലേക്ക് വരികയുണ്ടായി. 18 അടി ലെങ്ത്തുള്ള ഈ കാറിന് നമ്മുടെ നാട്ടിലെ ടെമ്പോ ട്രാവലറിനേക്കാളും ലെങ്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ആശ്ചര്യം തോന്നുന്ന ഒരു ഫാക്ടറാണ്. ഈ കാസിനെല്ലാം ഫുൾ ബോഡിയും ക്യാൻവാസ് ടോപ്പും ആയിട്ടുള്ള 2 ഓപ്ഷൻസിൽ അവൈലബിൾ ആയിരുന്നു. നമ്മൾ ഈ കാണുന്ന കാഡിലാക് ഡെവിൽ ഒരു ക്യാൻവാസ് ടോപ്പോട് കൂടി വന്ന കാറാണ്. അമേരിക്കൻ കാർ നിർമ്മാതാക്കളായ കാഡിലാക്, ഫോർഡ്, ലിങ്കൺ, മെർക്കറി എന്നിങ്ങനെ എല്ലാ മാനുഫാക്ചറേഴ്സിനും ഇതേ സിമിലർ എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റോടു കൂടിയുള്ള മോഡൽസ് ഉണ്ടായിരുന്നു. കാഡിലാക്കിൻ്റെ ഡിവെൽ എന്നായിരുന്നു പേരെങ്കിൽ ഫോർഡിൻ്റെ ക്രൗൺ വിക്ടോറിയ, മെർക്കറി ഗ്രാൻഡ് മാർക്കി, ലിങ്കൺ ടൗൺ കാർ. ബാക്കി എല്ലാ കാസും റെയർ വീൽ ഡ്രൈവാണ്. ഇതിനെല്ലാം വന്നിരുന്നത് 4.6 ലിറ്റർ V8 എൻജിൻ തന്നെയായിരുന്നു. എല്ലാ കാസും റെയർ വീൽ ഡ്രൈവായിരുന്നു, പ്രൊപ്പല്ലർ ഷാഫ്റ്റോട് കൂടി. പക്ഷേ ഏറ്റവും കമ്പാറ്റബിൾ ആയിട്ടുള്ള സ്ട്രെച്ച് ലിമോസിൻ വരുമ്പോൾ അത് കാഡിലാക് ഡിവിലിനാണ്. കാര്യം ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് കാറാണ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഓൾട്രേഷൻ ചെയ്യുമ്പോൾ വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും മറ്റു പവർ ഔട്ട്പുട്ടിനെ എല്ലാം ബാധിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു സാഹസത്തിന് ആരും മുതിരാറില്ല. ഇതുപോലെയുള്ള സ്ട്രെച്ച് ലിമോസിൻസ് നിർമ്മിക്കുന്നത് ഇവരുടെ ഫാക്ടറിയിലല്ല, അതിന് സ്പെഷ്യലൈസ് ചെയ്ത ചില ബോഡി ബിൽഡേഴ്സ് ഉണ്ട്.
അവരാണ് ഹോളിവുഡ് ആക്ടേഴ്സിൻ്റെയും മറ്റ് സെലിബ്രിറ്റീസിൻ്റെയും ഒക്കെ കാസ് നിർമ്മിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ലിമോസിനെ പറ്റിയുള്ള ഈ ഒരു റിവ്യൂ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.